മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഉത്തരാഖണ്ഡിലെ സ്വാൻപ്രയാഗിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ 40 തീർത്ഥാടകരെ രക്ഷപ്പെടുത്തി. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരണം 51ആയി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഹിമാചൽ പ്രദേശിൽ അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഉത്തരാഖണ്ഡിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ 40 തീർത്ഥാടകർ, അവരെ പൂർണ്ണമായും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. സ്മിത, ഉത്തരേന്ത്യയിൽ മഴ 10ാം ദിവസവും ശക്തമായി തന്നെ തുടരുകയാണ്. അതേസമയം ആശ്വാസകരമായ ഒരു കാര്യം എന്നുള്ളത് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും കഴിഞ്ഞ ദിവസം മുതൽ തീവ്രമായ മഴ ഇല്ല, മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും രൂക്ഷമായ തരത്തിൽ നാശനഷ്ടങ്ങളും മരണവും മഴക്കെടുതിയിൽ സംഭവിച്ചിരിക്കുന്നത്. 51 പേർ ഈ 10 ദിവസത്തിനിടെ ഹിമാചൽ പ്രദേശിൽ മരിച്ചു എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ കൈവശമുള്ള കണക്ക്. പലയിടങ്ങളിലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഇടങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബിയാസ് നദി അപകടകര നിലയ്ക്ക് മുകളിലാണ് ഒഴുകിയിരുന്നത്. ഉത്തരാഖണ്ഡിലും സമാനമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി റോഡുകൾ തകരുന്ന സാഹചര്യമുണ്ടായി. കാണാതായ 7 തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതിനിടെയാണ് SDRF സോൻപ്രയാഗിൽ കുടുങ്ങിക്കിടങ്ങുന്ന 40 തീർത്ഥാടകരെ രക്ഷപ്പെടുത്തിയത്. ഈ പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ. അതേസമയം ഇന്ന് 2 സംസ്ഥാനങ്ങളിലായി 4 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഒഡീഷയിലും ഗുജറാത്തിലുമാണ് ഇന്ന് റെഡ് അലർട്ട് ഉള്ളത്. 4 ജില്ലകളിലായി. മറ്റ് 8 സംസ്ഥാനങ്ങളിൽ, കേരളമടക്കമുള്ള 8 സംസ്ഥാനങ്ങളിലെ വിവിധ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും രാജസ്ഥാൻ, ഹരിയാന, ഒഡീഷ സംസ്ഥാനങ്ങളിലും അതിരൂക്ഷമാണ് മഴക്കെടുതികൾ. ഇവിടെ പല ഇടങ്ങളിലും വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. സ്മിത, ശരി. ഉത്തരേന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു.